എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഗെയിമുകളും വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് അപ്പോഴും എനിക്ക് പുതിയ അപ്ഡേറ്റഡ് ആവണം, പുതിയ ടെക്നോളജീസ് പഠിക്കണം, പുതിയ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. നോളജിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക, ഏജ് നോക്കാതിരിക്കും. ഏജ് അവിടെ ഒരു പ്രശ്നമല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആരോട് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ AI ഉണ്ട്, അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉണ്ട്. ഞാനാണ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ChatGPT പ്രിഫർ ചെയ്ത് ChatGPT പറയുന്ന ആ ChatGPTയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മൾ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ് അത് റിയലൈസ് ചെയ്തത്, ഇത് എനിക്ക് പറ്റുന്ന ടെക്നോളജി എൻ്റെ ഒരു മേഖലയാണെന്ന് എപ്പോഴും? ടെക്നോളജി ഒരു ടൂളാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത് ടെക്നോളജി. ടീച്ചേഴ്സ് നമുക്ക് ഈ ChatGPT ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ടോ? ടീച്ചേഴ്സ് അപ്ഡേറ്റ് അല്ല, ആരും ഇപ്പോൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ വീണ്ടും പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജീസ് പഠിപ്പിക്കുന്നെങ്കിൽ പോലും നമുക്കത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ മിക്ക സ്കൂളുകളിലും ഇല്ല. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു സൂപ്പർ പവർ പോലെയാണ്. ഹായ്, ബിയോണ്ട് ദി സിലബസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്റ്റുഡൻ്റാണ്. ഈ സ്റ്റുഡൻറ്റിന് ചില പ്രത്യേകതകളുണ്ട്. സ്റ്റുഡൻസും ടീച്ചേഴ്സും നേരിടുന്ന പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് അത് സ്റ്റുഡൻസിന് വേണ്ടി സോൾവ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, മുഹമ്മദ് നാഫിൽ. വെൽക്കം നാഫിലെ. അപ്പം എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? നാഫിൽ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ കൊല്ലത്ത് MSMHS സ്റ്റാത്തിനോളം സ്കൂളിലാണ് 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, എൻ്റെ വാപ്പയും ഉമ്മയും, ഞാൻ 2 സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ 6th പഠിക്കുന്ന സമയത്ത് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പ് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ടെക്നോളജി എന്താണ്, എന്തൊക്കെയാണ് ടെക്നോളജിയിൽ വരുന്നതെന്നോ അല്ലെങ്കിൽ സ്റ്റേപ്പിനെ കുറിച്ചോ അതുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം സ്കൂളിൽ 6th വെക്കേഷൻ ആവുന്ന ആ ഒരു സമയത്താണ് സ്റ്റേപ്പിനെ കുറിച്ച് അറിഞ്ഞ് അതിലേക്ക് വന്ന് പിന്നെ ഈ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ച് ഇപ്പം ഞാനൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ കൊണ്ടുവന്ന് മാറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വന്നു. ഇപ്പം ഞാൻ ഫ്യൂച്ചർ ടെക്കീസ് എന്ന് പറയുന്ന ഒരു ടീമിലെ മെമ്പറാണ്. അതുപോലെ എൻ്റെ ടീമിൽ 9 പേരുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് കോർ ടീം 4 പേരാണ്. പിന്നെ അത് കൂടാതെ 9 പേരുള്ള ഒരു ടീം വെച്ചിട്ട് നമ്മൾ ഗ്രാസ്പഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ഓൺലൈന് ആകുമ്പോൾ അവർക്ക് തമ്മിലൊരു ഗ്യാപ്പ് വരും, ഡൗട്ട്സ് ചോദിക്കുന്ന കാര്യങ്ങളാവട്ടെ, കൊളാബറേറ്റ് ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഇവർ 2 പേരെയും കൂടെ ഒരുമിച്ചാക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഗ്രാസ്പഡ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ MVP പ്രോഡക്റ്റ് ഒക്കെ ഇപ്പോൾ റെഡിയാക്കി അതിപ്പോൾ വർക്കിംഗ് ആണ്. ബാക്കി എൻ്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ, അക്കാഡമിക്സിൽ നന്നായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് ടീച്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അവർക്ക് ഡൗട്ട്സൊക്കെ ചോദിച്ച് അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഗ്രാസ്പഡിലൂടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഏജൻറ് കെ ഒക്കെ വെച്ചിട്ടാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ചെറിയ ഒരു വെബ്സൈറ്റായിട്ട് തുടങ്ങി, ജാങ്കോ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പം അത് ഒരു ഏജൻറ് കെ ഒക്കെ വെച്ചിട്ട് അത് വർക്കിംഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൽ തന്നെ വർക്കിംഗ് ആക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 9ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 9ാം ക്ലാസ്സുകാരൻ പറയുന്ന കാര്യങ്ങളും അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ ഏജന്റ് കെ എന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇത് ഇപ്പോൾ ഫുൾ ജേണി പറഞ്ഞു. അപ്പം ഇതിലെ നമ്മൾ 6ാം ക്ലാസ്സിൽ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരുന്നു അല്ലേ, അത് എങ്ങനെയാണ് കോഡിങ് എന്താണെന്നുള്ളതും കോഡിങ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആദ്യം തോന്നിയ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ആദ്യത്തെ? അതായത് ഞാൻ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ കോഡിംഗ് ഒക്കെ കണ്ട് എന്തൊക്കെയോ ഞാൻ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നു, അപ്പുറത്തെ റിസൾട്ട് വരുന്നു, അതായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോഡിംഗ് മെല്ലെ മെല്ലെ പഠിച്ചു വന്നപ്പോൾ? എനിക്ക് ആദ്യമേ ഞാൻ എൻ്റെ സ്കൂളിലെ ജാൻസി എന്ന് പറയുന്നൊരു മിസ്സാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുമായിട്ട് ഞാൻ പ്രോഗ്രാമിങ് പഠിച്ചു തുടങ്ങുന്ന ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന HTML എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത്
ആദ്യം ഒരു എന്താ നമ്മളൊക്കെ ഒരു സൈഡിൽ ഫയൽ എടുത്തിട്ട് HTML ഫയൽ എടുത്ത് കുറേ കാര്യങ്ങൾ അതിൽ കൊടുക്കുന്നു. അപ്പോൾ അതേസമയം മറ്റൊരിടത്ത് ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഹലോ വേൾഡ് എന്ന് കാണിക്കുന്നു. അതായത് എന്തൊക്കെ കാണിക്കുന്നു അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേറൊരു സൈഡിൽ കാണാൻ പറ്റുന്നു. അങ്ങനെ അങ്ങനെ എനിക്കപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലുള്ള ആപ്പുകളിലൊക്കെ ഒരു H1 എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ CSS പഠിച്ചു, ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു, അതുപോലുള്ള കുറേ ടെക്നോളജീസ് പഠിച്ചപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഇതൊക്കെ പഠിക്കുമ്പോഴും എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഗെയിമുകളും വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് അപ്പോഴും എനിക്ക് പുതിയ അപ്ഡേറ്റഡ് ആവണം, പുതിയ ടെക്നോളജീസ് പഠിക്കണം, പുതിയ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ഞാൻ അതിനനുസരിച്ച് പഠിച്ച് ജാവാസ്ക്രിപ്റ്റ്, ജേക്വറി, ബൂട്ട്സ്ട്രാപ്പ് അതുപോലുള്ള സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഈസിയാണ്. കാരണം കാരണം എനിക്കൊന്ന് 6-ലായിരിക്കുമല്ലോ, 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ സ്ക്രിപ്റ്റ് പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സിൽ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലോജിക്കലായിട്ട് പൈത്തണും ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ടൊക്കെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ കൊച്ചു കൊച്ചു ഗെയിമുകൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അത് വെച്ച് ഞാൻ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അത് പഠിക്കാനൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കാൻ? കാരണം അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് അതിനോട് എന്താ ഇപ്പോൾ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന പോലെ അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം, ആരും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. അതുപോലെ നമുക്കൊരു കാര്യം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമായതുകൊണ്ട് അതിലേക്ക് നമ്മൾ ചെയ്ത് പോകും. അപ്പോൾ അതിൽ പുതിയ കാര്യങ്ങൾ ടെക്നോളജിയുടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് പുതിയ ടെക്നോളജീസ് പഠിച്ച് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ടെക്നോളജി ഒരു ടൂളാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത് ടെക്നോളജി. ഓക്കെ. അപ്പോൾ പാരൻസ് എന്താ പറഞ്ഞത്? ഇപ്പോൾ ജാൻസി മിസ് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? വീട്ടിൽ പോയിട്ട് പറഞ്ഞല്ല, ആദ്യമേ ഉമ്മയാണ് ഇത് അറിയുന്നത്. ആ അപ്പോൾ ഓക്കെ. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നൊരു സംഭവം ഉണ്ട്, അപ്പം ഇതിന് ഇന്നയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ടെക്നോളജിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്ക് എന്നെക്കാളും നന്നായിട്ട് ടെക്നോളജി അറിയാവുന്നവരാണ്. അപ്പം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതെനിക്കൊരു വിഷമമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാ എനിക്ക് ഇത് കയറി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അപ്പം അതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വന്ന് ഇപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം ആദ്യമേ എന്താ എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഒരു ഇതുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആവും, ഇത് എന്താവും എന്നൊരു ഇതുണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നു അവരിങ്ങനെ പിൻവലിക്കാൻ നോക്കിയോ? ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഫോണൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കാഡമിക്സിനെ എഫക്ട് ചെയ്യാന്നുള്ള അങ്ങനെ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്? അങ്ങനെ ടെൻഷൻ ഇല്ലായിരുന്നു. ആദ്യമേ എന്താവുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊക്കെ എത്തിയ ഒരു UA എഞ്ചിനീയറിങ് ആ ഒരു പ്രൊഫഷനൊക്കെ കഴിഞ്ഞ സമയത്ത് ഒക്കെ മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്നതാണ്, എൻ്റെ മേഖല ഇതാണെന്ന് മനസ്സിലായി. ആ സമയത്താണ് ഞാൻ അതിലേക്ക് കൂടുതൽ നാഫിൽ കാര്യങ്ങൾ. എന്താണ് അത് റിയലൈസ് ചെയ്തത്, ഇത് എനിക്ക് പറ്റുന്നതാണ്, ടെക്നോളജി എൻ്റെ ഒരു മേഖലയാണെന്ന് എപ്പോഴാണ്? കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഐഡിയാസ് വെച്ചിട്ട് വെബ്സൈറ്റുകളും ഗെയിമുകളും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് അത് ബാക്കിയുള്ളവരെ കൊണ്ട്, അത് ഗെയിമാണെങ്കിൽ അത് ബാക്കിയുള്ളവരെ കൊണ്ട് കളിപ്പിച്ച് അപ്പോൾ അവരുടെ നിന്ന് ഫീഡ്ബാക്ക് നമുക്കൊരു സന്തോഷമാണ്. അത്രയും നല്ല ഒരു സന്തോഷം വേറെ അവിടെ കിട്ടൂലല്ലോ. അത്രയും നല്ല എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇതുള്ളത് ബിൽഡ് ചെയ്യുക, ബാക്കിയുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കുക, ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ പാരൻസിന് അതിനൊക്കെ അവർക്കും അതൊക്കെ ഇഷ്ടമാണ്. കാരണം ബാക്കിയുള്ള കുട്ടികളെക്കാളും നന്നായിട്ട് നമുക്ക് സ്കൂളിലെല്ലാവരും പോകുന്നുണ്ട്, ട്യൂഷനിലെല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനും ആരും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കൂടുതൽ കുട്ടികളും ട്യൂഷന് പോവുക, സ്കൂളിൽ പോവുക, 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആ ഒരു ഷോർട്ട് ടേം ടാർഗറ്റാണ് എല്ലാവർക്കും ഉള്ളത്. അതിനപ്പുറത്തേക്ക് എനിക്ക് പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം, ഞാനൊരു ടാലൻ്റാണ്, എൻ്റെ ടാലൻറ്റ് വെച്ചിട്ട് വേൾഡിൽ ചേഞ്ചസ് വരുത്തണമെന്നോ കുട്ടികൾക്ക് അതിനോട് അവയർനെസ് ഇല്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ടെങ്കിൽ പോലും അവർക്ക് അതിലേക്ക് വന്ന് പുതിയൊരു കാര്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ ഒരു സംഭവം നമ്മളുടെ കേരളത്തിൽ ഇതുവരെ അവർക്ക് അങ്ങനെ വരാനുള്ള ഒരു എക്കോസിസ്റ്റം നമുക്ക് ഇതുവരെ ഇല്ല. എനിക്ക് ആ ഒരു സംഭവം കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേനും നമുക്ക് കുറേ സാക്രിഫൈസുകൾ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നാഫിൽ എങ്ങനെ ഇപ്പോൾ ടൈം മാനേജ് ചെയ്യണം? അതായത് നാഫിലിൻ്റെ നമ്മുടെ സ്റ്റഡി സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ രാത്രി 2 മണിക്കും കാണാറുണ്ട്, രാവിലെ 4:30ക്കും കാണാറുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും എങ്ങനെയാണ്? നാഫിൽ എങ്ങനെയാണ്? മോർണിംഗ് പേഴ്സൺ ആണ്, രാവിലെ എണീക്കുന്ന ആളാണോ,
അക്കാഡമിക്സ് എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അക്കാഡമിക്സിൽ ഇതുവരെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ USS കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കാഡമിക്സ് ബാലൻസ് ചെയ്യുന്നത്? ബേസിക്കലി എനിക്ക് ഈ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പം അക്കാഡമിക്സും അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ പാരലായിട്ട് ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ മാത്രമല്ല, എനിക്ക് കലോത്സവത്തിന് ജില്ലയിൽ പോകുന്നുണ്ട്, അതിൽ നിന്ന് എനിക്ക് പ്രൈസുകൾ കിട്ടുന്നുണ്ട്. ഞാൻ USS വിന്നറായി, പിന്നെ NMMS നാഷണൽ മീൻസ് മെറിറ്റ് സ്കോളർഷിപ്പ് അതെൻ്റെ സ്കൂളിൽ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം അത്രയും ലെവലിലേക്ക് നമ്മളെല്ലാവരും എന്താ ടെക്നോളജി പഠിച്ചെന്ന് പറഞ്ഞ് അക്കാഡമിക്സിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് അക്കാഡമിക്സിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ടെക്നോളജി പഠിച്ചതിന് ഓക്കെ. ശേഷം. അങ്ങനെ ഒരു ഓക്കെ, മെറിറ്റ് അപ്പൊ ഈ എനിക്കുണ്ടായിരുന്നു. സ്കില്ലും അക്കാഡമിക്സും കൂടെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ബ്രെയിൻ ഇതൊരു ഹെക്റ്റിക് ആയിട്ട് അങ്ങനെ ഒരു ഇതെനിക്കൊരു തല അങ്ങനെയാണ് ഫീൽ. അത് ഇതെല്ലാം സോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത് ഫ്യൂച്ചറിലേക്ക് ജീവിക്കാനായിട്ട്. അതായത് നമ്മളിപ്പം എന്താ സ്കൂളിൽ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യം പറയുമ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾക്കൊരു സൂപ്പർ പവർ പോലെയാണ്. നമുക്ക് ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമിന് വേണ്ടി ChatGPT വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്കുള്ള സമയത്തിന് ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിച്ചിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് അക്കാഡമിക്സിന് ഒരു സൂപ്പർ പവറാണ്. പിന്നെ അക്കാഡമിക്സിലെ കാര്യങ്ങൾ പഠിക്കുമ്പം ടെക്നോളജി വെച്ചാൽ ഞാൻ പുതിയ സ്റ്റാർട്ടപ്പുകൾ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ രണ്ട് പാരലായിട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ChatGPTയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ChatGPT ഉപയോഗിക്കരുത് അസൈൻമെന്റ് എഴുതാൻ അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ AI കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. നിങ്ങളുടെ ജനിച്ചപ്പോൾ തന്നെ ഏകദേശം AI അല്ലെങ്കിൽ നിങ്ങൾ 2022 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു ടൈം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ AI ഉണ്ട്, അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ നാഫിൽ ChatGPT അതല്ലെങ്കിൽ ജെമിനിയുടെ ഒക്കെ ടൂൾസ് ഉപയോഗിക്കുന്നത്? എനിക്ക് ചിന്തിച്ച് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ChatGPT വെച്ച് ഹെൽപ്പ് എടുക്കുന്നത്. Okay. ഞാനാണ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ChatGPT പ്രിഫർ ചെയ്ത് ChatGPT പറയുന്ന ആ ChatGPTയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മൾ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആവും, നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് അല്ല അങ്ങനെ കൂടുതൽ ആരും പറയാറില്ല, എന്നാലും ചിലരുടെ പോളിസി അനുസരിച്ച് ChatGPT യൂസ് ചെയ്താൽ നമ്മുടെ സ്കില്ല് പോകുന്നുണ്ട് ഒരു ഇതുണ്ട്. സത്യത്തിൽ ChatGPT യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ChatGPT ഒരു ഹെൽപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് നല്ല അതെ ഗുണമായിരിക്കും. അതെ അതേസമയം ChatGPTക്ക് എല്ലാ ജോലിയും കൊടുത്തിട്ട് നമ്മളവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവില്ല. നമ്മൾ ChatGPT യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ChatGPT യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അതാണ് നാഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നാഫിലിൻ്റെ ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ നാഫിലിന് കിട്ടിയിട്ടുള്ള 2 പ്ലസ് പോയിന്റ് എന്ന് പറയുക, ഒന്ന് ഒരു ടീച്ചർ എന്ത് ചെയ്തു, നാഫിലിൻ്റെ സ്കിൽ ഐഡന്റിഫൈ ചെയ്യുകയും അത് പാരൻസിനോട് സംസാരിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏർലി അഡോപ്റ്റേഴ്സ് കാറ്റഗറിയിൽ വരുന്ന പാരന്റ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പാരൻസിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നാഫിൽ ഭയങ്കര ഭാഗ്യവാനാണ്. നാഫിലിൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടീവായിട്ട് ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും, അതായത് ഇതിന് നാഫിലിൻ്റെ മുന്നേ ഒരു എക്സാമ്പിൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ഇതുപോലെ ഓക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ടെക്നോളജി പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, സംതിങ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ അവർ കണ്ടിട്ടില്ല. പക്ഷേ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇതാണ് ഇനി അടുത്ത കാലഘട്ടം അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞിപ്പോൾ AI വരുമ്പോൾ ആ ട്രാൻസിഷൻ പീരിയഡിലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തു, ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. അതായിരുന്നു നാഫിലിന് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് പാരന്റ്സ് ഉണ്ട്. അതായത് റിസൾട്ട് കാണുമ്പോഴാണ് ഇനി അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത് കൊള്ളാലോ, നാഫിൽ എങ്ങനെ ഇങ്ങനെയായി, എൻ്റെ കുട്ടിക്കും ഇതാവാമല്ലോ എന്ന ഒരു കാറ്റഗറി ഓഫ് പാരന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരന്റ്സിലേക്ക് ഇങ്ങനെ അവയർനെസ് കൊടുക്കുമ്പോൾ, ഇപ്പം നാഫിലിൻ്റെ സ്റ്റോറി പറയുമ്പോൾ ഇത് കുറേയധികം പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻസ്പിറേഷനാണ്, എൻ്റെ കുട്ടിക്ക് ഇതുപോലെ ആകാൻ കഴിയുമല്ലോ എന്നുള്ളത്. അപ്പോൾ നാഫിലിപ്പോൾ കുറേയധികം സൊല്യൂഷൻസ്, ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത്, മാത്തമാറ്റിക്സിൽ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്ത് നല്ല രീതിയിൽ, അതായത് ക്ലാസ് റൂമിന് അപ്പുറത്തൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. എങ്ങനെയായിരുന്നു ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതും അതിപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഞാനിപ്പോൾ വെറുതെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, കുട്ടികളെല്ലാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ടീച്ചേഴ്സുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ ഉണ്ട്. അതേസമയം അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൽ വരുന്ന ടൈമിൽ മാത്രമാണ് അവരുടെ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ
വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നതിനപ്പുറം അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത്, അതായത് സ്കൂളിലുള്ള അതേപോലെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രാസ്പഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഞാൻ ബിൽഡ് ചെയ്യാൻ വന്നത്. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ബിൽഡ് ചെയ്തല്ലേ. അപ്പം ഗ്രാസ്പഡ് എന്താണ് ആക്ച്വലി ഓഫർ ചെയ്യുന്നത്? ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചും ഒരു ടീച്ചറിനെ സംബന്ധിച്ചും എന്താണ് അവർക്ക് ഓഫർ ചെയ്യുന്നത്? ഗ്രാസ്പഡ് ബേസിക്കലി സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ടീച്ചേഴ്സുമായിട്ട് ക്വസ്റ്റ്യൻസ്, അവർക്ക് ഡൗട്ട്സ് ഓപ്പൺ ആയിട്ട് അവർക്ക് ചോദിക്കാം. അങ്ങോട്ട് ടീച്ചേഴ്സുമായിട്ട് നല്ല കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഡൗട്ട്സ് കാര്യങ്ങൾ വന്നാൽ അവരുടെ ആ ഒരു ചാറ്റ് ബോട്ട് വെച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ഇതാക്കാം. പിന്നെ അവർക്ക് തന്നെ റിമൈൻഡേഴ്സ് കാര്യങ്ങൾ നമ്മുടെ ഏജന്റ് കെ വെച്ചിട്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ നാളെ എനിക്കൊരു എക്സാം ആണെങ്കിൽ, നാളെ ഞാനിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതെല്ലാം ആ വെബ്സൈറ്റ് വെച്ചിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ ഈ നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ഇന്ന മാർക്ക് കിട്ടും, അപ്പോൾ ഇന്ന പോലെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസ് നമ്മളെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കാൻ പറ്റും. അതുപോലെ ടീച്ചേഴ്സിന് അവരുടെ വർക്കുകൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അറ്റൻഡൻസ് എഴുതുന്ന ആ ഒരു രജിസ്റ്റർ ബുക്ക് എടുത്ത് വെച്ച് അതിനകത്താണ് എഴുതുന്നത്. അതെ അതെ. അതേസമയം നമുക്കിത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി അവരുടെ ആ ഒരു വർക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. ഒരു കുട്ടിയുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്ന് സിമ്പിളായിട്ട് അത് എഴുതാനോ അതുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏജന്റ് കെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഏജന്റ് കെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കുട്ടികളുടെ ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റം ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ മുഴുവൻ ഇൻഫർമേഷനും അവർക്ക് ചാറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണോ ഈ ഏജന്റ് കെ സിസ്റ്റം വരുന്നത്? അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? നമ്മളിപ്പം ബേസിക് അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അത് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ബേസിക്കലി ഇപ്പോൾ ഒരു കുട്ടി, ആ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അവനിപ്പം കഴിഞ്ഞ വർഷം അവൻ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം അവൻ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഫ്യൂച്ചറിലേക്ക് അവൻ എന്താണ് വേണ്ടത്. അപ്പോൾ ആ ടീച്ചറിനെ സംബന്ധിച്ചോളം ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സർവ്വ ഒട്ടുമ്പോൾ അവൻ്റെ പ്രൊഫൈലെല്ലാം പോയി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരാൻ പറ്റും. അതെ. പിന്നെ ഇനിയൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ അവനുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അവന് പഠിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളാവട്ടെ, ബേസിക്കലി ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ നമുക്ക് ഗ്രാസ്പഡിനെ കാണാൻ പറ്റും ഒരു സ്റ്റുഡൻറ്റിന്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇപ്പം നാഫിലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഇനി അടുത്ത ഫ്യൂച്ചറിൽ നമുക്ക് ഇതാവണം അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, എനിക്ക് ഇതുപോലെ ആയി തീരണം, അതല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ഒരു സ്റ്റാർട്ടപ്പിലേക്കാണ് വരേണ്ടത്, അതല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്സിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതായിരിക്കും എനിക്കൊരു ഇന്ന കമ്പനിയിലേക്ക്, അങ്ങനെ എന്താണ് ഫ്യൂച്ചറിൽ കാണുന്നത്? ടെക്നോളജി പഠിച്ചതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതായത് നമുക്ക് എന്തൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അത് ടെക്നോളജി വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റർപ്രനർ ആവാം. എനിക്ക് മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയ പോലെ അതുപോലെ നമുക്ക് പുതിയ പ്രശ്നങ്ങളെ ഫൈൻഡ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റി അത് ആളുകളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി അത് സൊല്യൂഷൻ കൊണ്ടുവന്ന് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ ഭാവിയിൽ ഒരു എൻ്റർപ്രനർ പോലെ ആവുക എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഓണ്ടർപ്രണർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഫിഫ നമ്മളൊക്കെ 9ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ആലോചിച്ചു, അവരെന്താ ആലോചിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടുക, അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് ഇപ്പൊ പറഞ്ഞു സ്കിൽ ഡെവലപ്മെന്റിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഏജിലൊക്കെ എത്ര ടൈം മാക്സിമം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്? ഞാൻ ഓരോ ദിവസവും ഓരോ ടൈമാണ്. ഇപ്പോൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കും. പിന്നെ എക്സാം വരുന്ന സമയത്താണ് നമ്മൾ ChatGPT വെച്ചിട്ട് പെട്ടെന്ന് പിടിച്ച് അതായത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോർഷൻസ് എല്ലാം കൂടെ കവറപ്പ് ചെയ്ത് ക്യാപ്സൂളാക്കി പഠിച്ച് അങ്ങനെ ഒരു രീതിയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ പഠിക്കുന്ന മാർക്കുകൾ കാര്യങ്ങളൊന്നും എൻ്റെ ഭാവിയിലേക്ക് വേണ്ട, എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. എനിക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടിയാൽ എനിക്ക് +1 പോവാം, +1 +2 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ പോവാം. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് കൊണ്ട് എനിക്ക് ഒരിക്കലും ജോബ് കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും, എനിക്ക് അതിൽ ഒരു 3-4 മാർക്ക് കുറഞ്ഞാൽ അത് ഞാൻ ടെക്നോളജിയിൽ അത്ര ഇതാണ്ട് ഇവിടെ മാർക്ക് കുറവ്, ഇവിടെ മാർക്ക് കൂടിയ ടെക്നോളജി ആ രീതിയിൽ. അപ്പം എനിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി എനിക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അക്കാഡമിക്സും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അക്കാഡമിക്സിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരുന്നെങ്കിലും അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്? പൈത്തണും ജാവാസ്ക്രിപ്റ്റും ആണോ ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇനി ഏതെങ്കിലും പുതിയ ടെക്നോളജി പഠിക്കണം എന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും പുതിയ ടെക്നോളജി? ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനെ അത് പഠിച്ചെങ്കിലും ഞാൻ പുതിയ ടെക്നോളജീസ് ആണ് ഇപ്പോൾ
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയ വെബ്സൈറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പം ഹഗി ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഏജൻറ്റിക്ക് ചെയ്യേണ്ട LLM അതുള്ള കാര്യങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതൊരു ഇഷ്ടമാണ്. അത് പുതിയ ടെക്നോളജീസ് കാണുമ്പോൾ അത് പഠിക്കണം എന്നുള്ള ചില സമയത്ത് അത് ടഫായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചില സമയത്ത് അത് സിമ്പിൾ ആവും. അതെ നമുക്ക് ആ അതെ പഠിച്ചു പഠിക്കാൻ വരുമ്പോ എല്ലാം പിന്നെ സിമ്പിളായി വരും. അതായത് ഇപ്പൊ എന്താണ് നമ്മൾ പറയല്ല, അറിഞ്ഞൂടാത്തവർക്ക് എല്ലാം പാടാണെങ്കിൽ അറിയാവുന്നവന് എല്ലാം എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചു വരുമ്പോ ഏകദേശം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ കിട്ടി ഉള്ളൂ. അതിന്റെ ട്രാക്കിൽ അതെ, കയറാൻ ഇപ്പൊ എന്നുള്ളത്. പല പാരന്റ്സും വിചാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ നാഫില് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളിനല്ലേ മനസ്സിലാവൂ എന്നൊരു തോട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ പ്രോഗ്രാമിംഗ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പോലെ അല്ല. അന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ കോഡിങ് തുടങ്ങുന്ന സമയത്തെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രോഗ്രാമിംഗ് അറിയാം, എനിക്കുള്ള സൊല്യൂഷൻ നമ്മളീ പറയുന്ന ChatGPT ഇല്ല. അന്നുള്ളത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ആർക്ക് വേണ്ടിയോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതിനൊരുത്തിനൊരു ആൻസർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഇതെങ്ങനെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് വേണം ഞാൻ ചെയ്യാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവിടെ കുറേയധികം ബ്രെയിൻ പ്രോസസ്സ് ചെയ്യണം. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയല്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നേരെ പ്രോബ്ലത്തെ എടുക്കുന്നു, ChatGPT കൊണ്ടുവന്ന് കൊടുക്കുന്നു, അത് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻ. ഇനി സൊല്യൂഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ ഈ ലൈൻ എന്തിനാ എന്ന് ഒന്നും കൂടി ചോദിച്ചാൽ അത് ആ ലൈൻ എന്തിനാണെന്നും കൂടി പറഞ്ഞു തരും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗിന്റെ കാലഘട്ടത്തിലേക്ക് പോകണ്ട. മുന്നത്തെ ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നാഫിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ ഇത്രയും ഫാസ്റ്റ് ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. അതായത് ഇൻഡസ്ട്രി മൂവ് ചെയ്യുന്ന ഇത്രയും ഫാസ്റ്റ് ആയിട്ടല്ല. ഇപ്പം തീ കണ്ടുപിടിച്ചതിൽ നിന്ന് ചക്രം കണ്ടുപിടിച്ചതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുത്തു, അവിടെ നിന്ന് ഫാക്ടറിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം വർഷം എടുത്തു, അവിടെ നിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും വർഷങ്ങളെടുത്തു. പക്ഷെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് AI എത്തുന്നതിന് വേണ്ടിയിട്ടോ ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് ചെയ്തു, 60-70കളുടെയൊക്കെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ആപ്പിളിൻ്റെയൊക്കെ കമ്പ്യൂട്ടർ, അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വരുന്ന 80 കാലഘട്ടങ്ങളിലായിരുന്നു. 77 എൻ്റെയോട് 80കളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ ശരിക്കും കിട്ടുന്നത് 2000-ലാണ്. നമ്മൾ അതിന് 2000-ൽ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി കിട്ടിയ ശരിക്കും 2000 മുതലാണ് നമുക്ക് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു 2000 കഴിഞ്ഞ് ഇപ്പൊ 2022-23 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ ChatGPT, അതായത് AI ഇതിന് മുന്നേ AI ഉണ്ട്, പക്ഷേ ഈ ലെവലിലില്ല. AI ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ 20-22 വർഷത്തിന്റെ ഗ്യാപ്പിലാണ് ആ ടെക്നോളജി മാറി. ഇനി അടുത്ത് മാറാൻ പോകുന്നത് ഫിസിക്കൽ AI എന്നുള്ള, അതായത് റോബോട്ടിക്സും AI. അത് നമുക്ക് ഓൾറെഡി വന്നു തുടങ്ങി. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഈ ഫിസിക്കൽ 10 വർഷമായിട്ട് മാറി. അതായത് 5 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ട് അതെ, ഇൻഡസ്ട്രി ഇങ്ങനെ മാറുകയാണ്. പക്ഷേ നമ്മൾ ഇതേ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സിലബസ് പോയി നോക്കിക്കഴിഞ്ഞാൽ LKG UKG പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക് ആണ്, എല്ലാത്തിനെ കുറിച്ചും പഠിക്കും. ഇല്ല, നമ്മൾ സബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ പഠിക്കണം. പക്ഷെ ഈ സമയത്ത് നമ്മൾ സ്കില്ലും കൂടെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വലിയ. ഇനി അവിടെ നിന്ന് നമ്മുടെ +1 +2ലേക്ക് പോകുമ്പോഴോ അതിൽ നിന്നൊരു സബ്ജക്റ്റ്, അതായത് ഒരു സ്കീം മാത്രമേ എടുക്കൂ. അതായത് നമ്മുടെ സയൻസ് മാത്രമേ എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പഠിച്ചു. ഇനി സയൻസിൽ നിന്ന് ഒരു സബ്ജക്റ്റ്, ഇപ്പൊ ഫിസിക്സ് എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രിയോ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മൾ ഡിഗ്രി പഠിക്കണം. ഡിഗ്രിയിൽ നിന്ന് നമ്മൾ പഠിച്ചതിന്റെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ PG പഠിക്കണം. PG പഠിച്ചതിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ടാണ് നമ്മൾ ഡോക്ടറേറ്റ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പൊ എത്ര വർഷം, LKG UKG 10ാം ക്ലാസ് വരെ ആയപ്പോൾ 12 കൊല്ലം, പിന്നെ അവിടെ +1 +2 2 കൊല്ലം 14 കൊല്ലം, പിന്നെ അടുത്ത 3 വർഷം വേണം ഡിഗ്രിക്ക് 17 കൊല്ലം, അവിടെ നിന്ന് അടുത്ത PGക്ക് 2 കൊല്ലം 19 കൊല്ലം, പിന്നെ അവിടെ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 കൊല്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 24. അപ്പോൾ 24 വർഷത്തെ പ്രോസസ് ആയിരുന്നു 1980-900 കാലഘട്ടങ്ങളിൽ ഈ നോളജ് കിട്ടുക. കാര്യം അന്ന് ChatGPT ഇല്ല, അന്ന് ആകെ പ്രൊഫസേഴ്സിന്റെ നോളജ്, റിസോഴ്സിന്റെ കുറവുണ്ടായിരുന്നു. ആ ഉണ്ടാക്കിയ സിസ്റ്റത്തിലാണ് മോനെ ഏടെ കാലഘട്ടത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് മുന്നേ 24 വർഷം എടുക്കുമായിരുന്നു. അതായത് 1800-കളിൽ അത്രയും വർഷം വേണം, 1900-ൽ അത്രയും വർഷം വേണം. പക്ഷെ നോളജ് ഇന്ന്
അതിന് അത്രയും ബുദ്ധിമുട്ടല്ല. അതായത് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഡീപ്പ് റിസർച്ച് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഡീപ്പ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ എങ്ങനെയാണോ, ഒരു PhD കിട്ടിയ പ്രൊഫസർ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത്, അതേ നോളജ് നമുക്ക് തരാൻ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ChatGPTക്ക് കൊടുത്താൽ മതി. നമ്മൾ മുന്നേ ആണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് അത്രയും ബുക്കുകൾ അത്രയും പേജ് വായിച്ച് അതിന്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട് എടുത്ത് അതിനെ റൈറ്റ് ചെയ്ത് ഷോർട്ട് ആക്കുന്ന എത്ര ദിവസത്തെ പ്രോസസ്സാണെന്നറിയോ 10 മിനിറ്റിൽ. അതെ, അത് 10 മിനിറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? സ്പീഡിന് ഓടിയേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളെന്ന് പറയുന്നത് നാഫിൽ എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അതാ. നിങ്ങളിത് ഇപ്പോൾ ടെക്നോളജി പഠിക്കുന്നതെന്നുള്ളത് ശരിക്കും ഒരു ഓഡായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെന്തോ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഫ്രണ്ട്സിന് സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇതുപോലെ. ഞാൻ അങ്ങനെ യൂണീക് പേഴ്സൺ അല്ല, നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ല് കണ്ടെത്താന്നൊക്കെ പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ സ്കില്ലുകളുണ്ട്. അവർ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്കിൽസാണ്, ഡിഫറെൻറ്റ് ടാലൻ്റ് ആണ്. അവർക്ക് അതിൽ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. പക്ഷെ അവർക്ക് അവിടെ അവരുടെ പേരൻസ്, അവരുടെ അക്കാഡമിക് സിസ്റ്റം, അവർക്ക് ട്യൂഷന് പോകണം, അവർക്ക് സ്കൂളിൽ പോകണം, അവർക്ക് ആവശ്യമില്ലാത്ത സബ്ജക്ട്സ് അവർ പഠിച്ച് അതിൽ മാർക്ക് കുറഞ്ഞാൽ അവരത് വീണ്ടും വീണ്ടും പഠിക്കണം. അതേസമയം അവരുടെ സ്കില്ല് അവിടെ ഇല്ലാതായിപ്പോൾ അവരുടെ സ്കില്ലിന് വേണ്ടി അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി അവരുടെ പാരൻസ് സമ്മതിക്കുന്നില്ല. ട്യൂഷന് പോകണം. ട്യൂഷന് പോയിട്ട് അവർക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഓരോ തിയറി കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ടല്ല കൂടുതലും അവരും പഠിക്കുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത് കാണാതെ പഠിക്കുക, എക്സാമിന് എഴുതുക, അത് കഴിഞ്ഞ് പോയി. അവർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതില്ല ഇപ്പോഴത്തെ കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു ChatGPT പോലുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള മേഖലകൾ കണ്ടുപിടിച്ച് അവരുടെ ടാലൻറ്റ് ഇതുപോലെ അവരുടെ പാഷൻ അനുസരിച്ച് ബിൽഡായി വരുന്ന കുട്ടികളും ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അതിനെക്കുറിച്ച് അവർക്ക് ആ ഒരു എക്കോസിസ്റ്റം, അവരുടെ പാരൻസോ അക്കാഡമിക് സിസ്റ്റം ഒന്നും അതിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടർ ലാബ് ഇപ്പോൾ എങ്ങനെയാണ്? ഫുള്ളി ആക്റ്റീവായിട്ട് നമുക്ക് ടീച്ചേഴ്സ് നമുക്ക് ഈ ChatGPT ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ടോ? അതല്ല നോർമൽ നമ്മുടെ അക്കാഡമിക്സിലുള്ളത് തന്നെയാണോ കൂടുതലായിട്ടും? ബേസിക്കലി നമുക്കിപ്പം സ്കൂളിൽ IT ലാബ് യൂസ് ചെയ്യുന്നത് ITയുടെ ആ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ITയുടെ ടെക്സ്റ്റിൽ പറയുന്നത് പണ്ടത്തെ 10 വർഷമൊക്കെ മുമ്പുള്ള ഉബുണ്ടുവിൻ്റെ സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം ആരും യൂസ് ചെയ്യാത്ത ചില ആപ്ലിക്കേഷൻസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോട്ട്ബുക്കിൽ എഴുതി പഠിച്ച് പിന്നെ ആ നോട്ട്ബുക്കിൽ നോക്കി പോയിട്ടാണ് നമ്മളത് ചെയ്യാൻ ടീച്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ടീച്ചേഴ്സിൻ്റെ അന്നത്തെ കാലത്ത് അതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അപ്ഡേറ്റ് ആണെന്നുള്ള കാര്യം ടീച്ചേഴ്സ് അപ്ഡേറ്റ് അല്ല. ടീച്ചേഴ്സിനെക്കാളും കുട്ടികൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അപ്ഡേറ്റ് ആണെങ്കിൽ പോലും അവർക്കത് ചെയ്യാനുള്ള ഇപ്പോൾ ChatGPT എങ്ങനെ യൂസ് ചെയ്യുന്ന, ChatGPT യൂസ് ചെയ്ത് എന്നൊക്കെ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഇതില്ല. പകരം അവർക്ക് പണ്ട് ആരും ഇപ്പോൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജീസ് പഠിപ്പിക്കുന്നെങ്കിൽ പോലും നമുക്കത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ മിക്ക സ്കൂളുകളിലും ഇല്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചില ടീച്ചേഴ്സ്, അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട് പോലെയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈഗ്രൻസ് ആണ്, നമ്മുടെ ഏരിയയിലേക്കുള്ള മൈഗ്രൻസും കൂടിയാണ്. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇവിടെ ജനിച്ചു വീണവരാണ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഒരിക്കലും അത് ടീച്ചേഴ്സിന്റെ പ്രശ്നം മാത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ നമ്മുടേതായിട്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ ഈ ഫോണിൽ കളിച്ചത് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് എയുടെ കാലഘട്ടം. അതായത് നിങ്ങൾക്ക് ഫോണൊക്കെ ഉപയോഗിക്കാം. ഇനി ഫോൺ നിങ്ങളുടെ നിന്ന് പിടിച്ചു വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറകിലോട്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഫോൺ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത്, ഇപ്പോൾ നാഫിലിനെ സംബന്ധിച്ച് നാഫിലിന്റെ പാരന്റ്സ് ഒരിക്കലും പറയില്ലല്ലോ എടാ ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നത്, നീ എന്താ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നില്ലല്ലോ. സംതിങ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോൻ ബിൽഡ് ചെയ്യാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ തെറ്റിക്കാനും പാടില്ല. അതിനോടൊപ്പം ഇതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നാഫിലിപ്പോൾ സെഷൻസ് ഒക്കെ എടുത്തു കൊടുക്കാറില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ അസംബ്ലിയിലായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള ടെക്നോളജി അവയർനെസ് സെഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാറുണ്ടോ? ഞാനിപ്പം സ്കൂളിൽ തന്നെ 5 സെഷൻസ് എല്ലാം അസംബ്ലിക്ക് ഞാൻ കയറിയതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ടെക്നോളജിയെ കുറിച്ചും AI കുറിച്ചും. ഇപ്പൊ AI ജോബ് റീപ്ലേസ് ചെയ്യോ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പിന്നെ അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് പോകാറുണ്ട്. പിന്നെ
അല്ലാതെ +1 +2 ഒരു പ്രവേശനോത്സവം പോലുള്ള ഒരു സംഭവം. അപ്പോൾ അതിൽ ഞാൻ കയറി അവർക്ക് ടെക്നോളജിയെ കുറിച്ചും AI കുറിച്ചും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ പാഷൻ അനുസരിച്ച് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഈ വർഷം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നല്ലേ? അതായത് 9ാം ക്ലാസ്സിൽ +1 +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെഷൻ എഴുതാൻ എത്ര പേരുണ്ടായിരുന്നത്? എക്സ്പീരിയൻസ് വലിയൊരു ക്രൗഡാണ്. 200ഓളം പേരുണ്ട്. പേരൻസ്, ടീച്ചേഴ്സും കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരുപാട് പേര് ഇരിക്കണം. അപ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് ഏജ് അവിടെ ഒരു പ്രശ്നമല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആരോട് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പുതിയ ടെക്നോളജീസ് പഠിക്കുന്നത് പോലെ നമ്മൾ വലിയൊരു ചെറുതൊന്നും നോക്കാതെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ പുതിയ ആൾക്കാർക്ക് നമ്മൾ അറിയാവുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തത് ബാക്കിയുള്ളവരിൽ നിന്ന് പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ബിൽഡായി വന്നത്. ഒരു ഓപ്പൺ മൈൻഡിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കും. നോളജിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക, ഏജ് നോക്കാതിരിക്കുക. ഇപ്പം എന്നെക്കാൾ ഏജ് കുറവാണെങ്കിൽ ഇപ്പൊ പറയുന്ന കാര്യം എനിക്ക് അറിയില്ലെങ്കിൽ ഞാനത് കേട്ടു, അതാണ് പറയുന്നതല്ലേ. അപ്പോൾ സെഷനൊക്കെ എടുത്തു. അപ്പം ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഒരു വലിയൊരു സ്റ്റേജ് കയറാനായിട്ടുള്ള ആ ഒരു മടിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടല്ലോ. അത് എപ്പോഴും നോളജ് കൂടുന്നതിനനുസരിച്ചിട്ടാണ്. അതായത് നമ്മൾ പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പകുതി ടെൻഷൻ പോയി. ഓക്കെ, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും വലിയ കോൺഫിഡൻസ് കുറവൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു തുടക്കത്തിൻ്റെ സാധാരണ ക്യാമറ കാണുമ്പോഴൊക്കെ ഒരു തുടക്കത്തിൻ്റെ ഒരു പേടി ഉണ്ടാവണം, പക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, അതായത് ഇനി ഒരു കോളേജിലേക്ക് പോകണം എന്ന് ഉണ്ടോ? അതല്ല ഇത് എങ്ങനെയാണ് പാരലൽ എഡ്യൂക്കേഷൻ കൊണ്ടുപോകണം എന്നാണോ? ഇനി ഫ്യൂച്ചർ എങ്ങനെയാണ്? എനിക്ക് ടെക്നോളജി തന്നെ ഇതിൽ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതുതായിട്ട് ഇതിൽ ബിൽഡ് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, അത് ബിൽഡ് ചെയ്ത് പുതുതായിട്ട് ആ ടെക്നോളജിയുടെ മേഖലയിൽ തന്നെ പോകണം. പിന്നെ അതിൻ്റെ കൂടെ പാരലലി അക്കാഡമിക് സിസ്റ്റം കൂടെ കൊണ്ടുപോകണം. അക്കാഡമിക് സിസ്റ്റം ഇതിനൊരു ഒരു സൂപ്പർ പവർ പോലെ വരും. അതെ അതെ, തീർച്ചയായിട്ടും. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഡിഗ്രി ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും, അതെ, നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ സ്കില്ലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇനിയിപ്പോൾ ഡിഗ്രിക്കൊന്നും പോകണ്ട, ഇനിയിപ്പോൾ ഫുൾ സ്റ്റാർട്ടപ്പ് എന്ന് ഇറങ്ങാൻ തോന്നുമെങ്കിലും ഡിഗ്രി വേണം. പക്ഷേ ഡിഗ്രി എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡേൺ വേയിലെ ഡിഗ്രി എടുക്കണം. നമ്മുടെ ട്രഡീഷണൽ വേയിലെ ഡിഗ്രി ഉണ്ട്, മോഡേൺ വേയിലെ ഡിഗ്രി ഉണ്ട്. നമ്മളിപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആ ഡിഗ്രി എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് വലിയ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്, പക്ഷെ അവർ ഇപ്പോൾ IIT ഉൾപ്പെടെ ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിലൂടെ പഠിക്കാം. ഡിഗ്രി കിട്ടുന്നത് IITയുടെ ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ എവിടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളോടൊപ്പം തന്നെ ചിലപ്പോൾ ശനി ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ വെള്ളി ശനി ഞായർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പണി നോക്കാം, നമ്മുടെ സ്റ്റാർട്ടപ്പ് നോക്കാം, നമ്മുടെ ടെക്നോളജി പഠനം നോക്കാം. അതുപോലെ നമുക്ക് സംതിങ് ബിൽഡ് ചെയ്യാം. കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ഡിഗ്രി നമ്മുടെ ഒപ്പം ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കില്ലിനെ നമ്മൾ നർച്ചർ ചെയ്ത് എടുക്കുന്നു. ഡിഗ്രി എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് പലർക്കും പറഞ്ഞു തന്നിട്ട് ജോലി കിട്ടാൻ വേണ്ടി ഡിഗ്രി എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ മോൻ പറഞ്ഞതുപോലെ ഡിഗ്രി കിട്ടുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അക്കാഡമിക്സ് എന്ന് പറയാൻ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം UAE നമ്മളൊരു കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ ആ കമ്പനി തുടങ്ങുമ്പോൾ അവിടുത്തെ ഡയറക്ടർ ബോർഡിലേക്ക് നമുക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. ഇനി സൗദിയിൽ നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് നമുക്ക് അപ്പോയിന്റ് ആവണമെങ്കിൽ അവിടെ നമുക്ക് PG വേണം. ഇങ്ങനെ ഓരോ ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്തണമെങ്കിൽ പ്രൊമോഷൻസ്, ചില ഡെസിഗ്നേഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഗ്രി കൂടി മസ്റ്റ് ആണ്. ഇതിനാണ് ഡിഗ്രി. അതെ, ആ കീ ആണ്. അത് ആ ഡോർ ഒന്ന് തുറന്നു കിട്ടാനുള്ള ഒരു കീ ആണ് ഡിഗ്രി. അതെ, അല്ലാണ്ട് നമുക്ക് അവിടെ വെറുതെ ചെന്ന്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഒരു ഡിഗ്രി വേണമെന്ന് തോന്നും, ഡിഗ്രി വേണ്ടല്ലോ എന്ന് തോന്നിയാൽ അപ്പൊ ആലോചിക്കണം, എനിക്ക് സൗദി പോയിട്ട് എനിക്ക് കമ്പനി, എന്റെ കമ്പനി എനിക്ക് സൗദിയിൽ, അപ്പൊ ഡിഗ്രി വേണം. അല്ല, എന്റെ കമ്പനി സൗദിയിലൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അക്കാഡമിക്സ് ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മുടെ പഠനം നിലനിർത്തേണ്ടത്, പക്ഷെ മോഡേൺ വേയിലായിരിക്കണം നമ്മൾ അക്കാഡമിക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നാഫിലിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി നമ്മൾ കേട്ടു. അപ്പോൾ നാഫിലിനെ സംബന്ധിച്ചിടത്തോളം നാഫിലിന് ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരെ അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അതായത് അക്കാഡമിക്സിൽ അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. താങ്ക് യു.
അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരാളുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.